ഞങ്ങൾ പണ്ട് ഒരു യോഗത്തിന് പോയി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. 2-3 ദിവസം എനിക്ക് ശുശ്രൂഷ. അപ്പം 3-ാമത്തെ ദിവസമാണ് ഞാൻ ചെന്ന് പകലും വൈകിട്ടും. ആദ്യത്തെ 1-2 ദിവസം വേറൊരു ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുക, ഒരു പ്രധാനപ്പെട്ട പാസ്റ്ററുടെ വീട്ടിലാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ശുശ്രൂഷ ആരംഭിച്ച് ഞാനും ചെന്നു. പകലത്തെ യോഗം കഴിഞ്ഞു. ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അകത്ത് ക്രമീകരണം. അപ്പം ഉപവസിക്കാത്തവരും വേറെ ഗസ്റ്റുമൊക്കെ ഉണ്ട്. അപ്പം പകലത്തെ യോഗം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചില്ല, വേറൊരാൾ പ്രസംഗിച്ചു. താമസിച്ചു എന്നുണ്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹം ശുശ്രൂഷിക്കട്ടെ, വൈകിട്ട് യോഗം ഉണ്ടല്ലോ, അന്നേരം ഞാൻ പറയാം. ഇതിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, അന്നേരം ആലോചനയും തൂതുമൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ രാവിലത്തെ സെഷൻ കഴിഞ്ഞ് ഭക്ഷണത്തിന് അടുക്കളയിൽ ക്രമീകരണം നടത്തുന്നത്. ഡൈനിങ് ടേബിള് വലുതാണ്. ആ ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡിലൊരു വാതിൽ അടുക്കള. അപ്പോൾ ഞാൻ 1-2 പേരോട് സംസാരിച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ എനിക്ക് ആ അടുക്കളയുടെ ഭാഗത്തുള്ള കസേരയാണ് കിട്ടിയത്, ഡൈനിങ് ടേബിളിൻ്റെ തന്നെ. മനഃപൂർവ്വം ഇരുന്നതല്ല, ഇതാ അതിൻ്റെ ഇങ്ങനെ വന്നതുകൊണ്ട് പറ്റിയത്, മറ്റവരെല്ല ഇരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അടുക്കളയിൽ പറയുന്നത് പെട്ടെന്ന് കേൾക്കാൻ പോയിരുന്നതല്ല, സാഹചര്യം ഇതാ. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ വലിയ കേമിയാണ്. അവർ പാസ്റ്ററോട് പറയുന്നു, അടുക്കളയിൽ പറയുന്നത് എനിക്ക് കേൾക്കാം, പതുക്കെയാ പറയുന്നെങ്കിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കേൾക്കാം, എന്നെ ദൈവം കൊണ്ടിരുത്തിയതാണ്. അവർ പറഞ്ഞു ഇവനെല്ലാം വെച്ച് വിളമ്പാനൊന്നും എന്നെ കൊണ്ട് പിന്നെ അതിൻ്റെ ദീനമാണ്. ഇവർ പറയുന്നത് അടക്കി പറയുക. ഇതിനെ പാസ്റ്റർ പതക്കെ പറക്കേക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടു. പെട്ടെന്ന് വാക്യം എൻ്റെ അകത്ത് വന്നു, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുതെന്ന്. പക്ഷെ ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റാൽ അന്തരീക്ഷം പോകും. മറ്റവരാരും കേട്ടിട്ടില്ല, അവരും ചിലപ്പോൾ കഴിച്ചില്ലെന്ന് വരികയില്ല, അതൊരു വേറൊരു അന്തരീക്ഷമാകും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇരുന്നു. ഒരു ഇടർച്ച വരുത്തണ്ട എന്ന് കരുതി അല്പം ഭക്ഷണം മേടിച്ച് കഴിച്ചു. ഞാനിത് കേട്ടെന്ന് അവരറിഞ്ഞുമില്ല. കേട്ടതായിട്ട് ഞാൻ സംസാരത്തിലോ മുഖഭാവത്തിലൊന്നും വരുത്തിയില്ല. യോഗമെല്ലാം കഴിഞ്ഞപ്പം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം അമ്മാമ്മ ഇച്ചിരി കഴിഞ്ഞ് വന്നിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവദാസന്മാരെ. ഞാനും പറഞ്ഞു സ്തോത്രം. നമ്മളെപ്പോലെ അഭിനയിക്കാൻ മിടുക്കർ വേറെ ആരും, ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും നമ്മുടെ വെട്ടത്ത് വരികയല്ല. അവർക്കൊക്കെ എഴുതി കൊടുക്കണം. എന്തുവാ അതിന് പറയുന്നേ, ഡയലോഗൊക്കെ കൊടുത്തെങ്കിൽ അതവർ പഠിച്ചേച്ചാ. നമുക്ക് ഒന്നും എഴുതി തരണ്ട, അന്നേരം ഇനി വരുവാ. അയ്യോ, പത്രോസ് ഇതിനോട് ചേർന്നൊരു പദം പറഞ്ഞു, വ്യാജഭാവം. നമ്മളെ പോലെ വ്യാജഭാവം കാണിക്കാൻ മിടുക്കര് ലോകത്തിലാരും ഇല്ല. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിപ്പൊക്കെ നിങ്ങളത് കണ്ടേ, എന്തോ പവിത്രമായിട്ട്. ഇത് കഴിയുമ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ ഈ മുഖം വന്ന് 2 ഫോട്ടോയും എടുക്കണം. 2 ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെക്കുന്നത് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കമ്മിറ്റി കൂടിയപ്പോഴുള്ള മുഖഭാവവും കർത്തൃമേശം എടുത്തപ്പോഴുള്ള ചുമ്മാ വന്ന് വെള്ളവും കടലയും മേടിച്ചോണ്ട് പോകുന്നത് പോലെ. ഞാനിങ്ങനെ പറയുന്നതിന് വിരോധം വല്ലതും ഉണ്ടോ? ഈ ശൈലി അതോ ഞാൻ ഇളകണോ? അല്ല, നിങ്ങൾ പറ. ഇടയ്ക്കൊന്ന് ഇളകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്ത്രീയെ ഇത് പറഞ്ഞു, ഞാനിത് കേട്ടു, ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞത്, അച്ഛാ നമുക്ക് ദൈവദാസന്മാരെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കാം, ആലോചന കേൾക്കണം. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാം, ഇരിക്കണമെന്ന് പറഞ്ഞു. ഇരിക്കണം. എല്ലാവരും ഇരുന്നു. ആ 2 ദിവസം ശുശ്രൂഷിച്ച്, പകലും ശുശ്രൂഷിച്ച് ദൈവദാസനും ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ആ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യാറില്ല, പ്രവചന ശുശ്രൂഷ. ഒരു സമയത്ത് 10-25 കൊല്ലത്തോളം അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ചെയ്തത്. ഇപ്പോൾ ഈ കൺവെൻഷനൊക്കെ വിളിക്കുന്നത് കൊണ്ട് ആ നിലയിലാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. പ്രവചനാത്മാവി നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യും.
ഇപ്പോഴും ചില പ്രത്യേക അന്തരീക്ഷത്തിലും ചില പ്രത്യേക നടത്തിപ്പിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. എങ്കിലും കൂടുതലും ബൈബിൾ ക്ലാസ്സും കൺവെൻഷനും ഒക്കെ ഉള്ള ശുശ്രൂഷകളുള്ളത് കൊണ്ട് അപ്പം ഞാനും ഇരുന്നു. ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ സ്ത്രീയെ അകത്ത് സംസാരിച്ചത് ഇതാ, ഇവർ പുറത്ത് വന്ന് എല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നു. കർത്താവ്, എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ ഒന്ന് തരണം, തന്നാൽ ഞാൻ പറയാം, പേടിയൊന്നുമില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. വളരെ പ്രാർത്ഥിച്ചു. ഒടുവിൽ പ്രാർത്ഥിച്ച് വേറെ 1-2 പേര് ദൂതുമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ദൈവദാസി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ പറ്റി എനിക്കൊരു വാക്യം പ്രകാശിച്ചു, അത്രേ ഉള്ളൂ, ഒറ്റ വാക്യം. അത് ആമോസില്ല, ഒറ്റ വാക്യം, ഒരു വാക്യമേ വെളിപ്പെട്ടുള്ളൂ. എന്തിനാ ഒത്തിരി വാക്യം? അതാ ഞാൻ പറഞ്ഞ യൂദയുടെ ലേഖനം പറഞ്ഞതുകൊണ്ട്. ആമോസ് 4:1-2 വായിച്ചേ, അറിവുള്ള വാക്യമാണ്. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യ പർവ്വതത്തിലെ ഭാഷാന്യ പശു. ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഇതൊരു ഭാഷാന്യ പശുവാന്ന് പറഞ്ഞു, അത്ര പറഞ്ഞോളൂ. അത് പറഞ്ഞു, ഇത് ഒരു ഭാഷാന്യ പശു. അമ്മാമ്മയെ പറ്റി ഇത് ആലോചന, ഭാഷാന്യ പശു. വാക്യവും വായിച്ചോളാൻ പറഞ്ഞു. മെയിൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് യോഗം നിർത്തി, പിന്നെ ഇരുന്നില്ല. അദ്ദേഹം പൊതുവിൽ പറഞ്ഞു, വൈകിട്ട് യോഗം കാണത്തില്ലെന്ന് പറഞ്ഞു. തള്ള എഴുന്നേറ്റ് അരിശം കയറി പോകുന്നതും കണ്ടു. പുള്ളി പറഞ്ഞു, എന്നെ വൈകിട്ടത്തൂടെ വിളിച്ചതാ. എല്ലാവരും പോയി. എന്നെ ഇദ്ദേഹം കൈക്ക് പിടിച്ച് വലിച്ച് അകത്തോട്ട് റൂമിലോട്ട് കയറ്റി. ആരുമില്ല. കരകിന് കുറ്റിയിട്ടേച്ച് പറഞ്ഞ്, കറക്റ്റ് ദൂതാ പറഞ്ഞെന്ന് പറഞ്ഞു. അലമാര തുറന്ന് ഒരു കവറും തന്നു. വൈകിട്ട് വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. 2 പകലും രാത്രിയിലും അന്ന് പകലും ശുശ്രൂഷിച്ച ദൈവദാസനുമുണ്ട്. പുള്ളിക്കും കവറ് കൊടുത്തു. ഞങ്ങൾ സ്നേഹിതരാ. ഞാനിവിടെ ചെല്ലുന്നത് കൊണ്ടാണ് പുള്ളി വെയിറ്റ് ചെയ്തത്. ഒന്നിച്ച് ഞങ്ങൾ 2 പേരുടെ ഇങ്ങോട്ട് വന്ന്, വണ്ടിയൊന്നുമില്ല, ബസ്സിന് പോരണം. നടന്നു വന്നപ്പം ബസ്സിൽ കയറി. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് സ്വോത്ര കാഴ്ച വല്ലതും തന്നോ? കാരണം അന്തരീക്ഷം വല്ലാതാ. വല്ലതും തന്നു. ഞങ്ങൾ എന്തോ തന്നു. അപ്പം അവനൊരു എമൗണ്ട് പറഞ്ഞു. അച്ചായന് വല്ലതും തന്നോ? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തന്നു. ഞാനും എടുത്തു. അപ്പം ഞാൻ നോക്കി, അന്നത്തെ കാലമാണ്. എനിക്ക് 2000 രൂപ തന്നു. 2000 അന്നാന്ന് ഓർക്കണം. ഞാൻ ചോദിച്ചു, നിനക്ക് എന്തോ തന്നു? അച്ഛാ 750 രൂപ. എന്നാ വിലയുള്ളതാ. ഞാൻ ചോദിച്ചു, നീ 2 രാത്രിയും 2 പകലും ഇന്ന് പകലും എല്ലാം ഈ അണ്ടം കീറിയിട്ട് നിനക്ക് ഇത്ര? ഞാൻ ഒറ്റ വാക്യോ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് പോസ്റ്റ് കാർഡാ. 25 വാക്യമേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16 അധ്യായമുണ്ട്. ഇല്ലണ്ടാ. അപ്പൊ ഇത് 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയവും ഈ ലേഖനത്തിലുണ്ട്. ഞാനിങ്ങനെ പറയുന്നത്, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ. പിന്നെ ചടികടാന്ന് വായിക്കണം. 6-ാം വാക്യം, ദൂതലോകത്തെ വിഷയം 6. പെട്ടെന്ന്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതലോകത്തെ വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത്. ദൂതലോകത്തെ വിഷയം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതലോകത്തെ വിഷയമാ യൂദ തുടങ്ങിയിരിക്കുന്നത്. ഇത് ചെറിയ ലേഖനമല്ല. ഈ വാക്യം വിവാദവാക്യവും കൂടാ. യെശയ്യാ 14-ലും എസെക്കിയേൽ 28 പറയുന്ന ദൂതനാണെന്നും
പാപം ചെയ്ത ദൂതന്മാരെ വെട്ടി താഴോട്ടിട്ടു, ആ ദൂതന്മാരാണെന്നും അല്ല, ആദിമ ജലപ്രളയത്തിന് മുമ്പുള്ള ആദിമ ഭൂമിയിലുള്ള ദൂതന്മാരാണെന്നും അതല്ല, പാപം ചെയ്ത ആദമിനെ ഹവ്വായിയും തോട്ടത്തിൽ നിറക്കി വിട്ടപ്പം മിന്നുന്ന ജ്വാലയുള്ള വാളുമായിട്ട് കെറൂബുകളെ നിർത്തി അതാണെന്നും ഒക്കെ വാദമാണ്. നമുക്കിപ്പോൾ അതിനല്ലല്ലോ നേരം. തർക്കം ദൈവസഭയ്ക്കും ഇല്ലെന്നാണ്. എന്തായാലും ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ, ദൂതലോകത്തെ വിഷയം മുതൽ യൂദാ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് ചെറിയ ലേഖനമല്ല. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം വായിച്ചേ. 18 അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ആ യൂദാ ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാ ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ. അതിനൊരു കാരണം, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. 24-25 വാക്യം വായിര്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം. രണ്ട് പദം കണ്ടോ? സർവകാലത്തിനു മുമ്പ്, ഇപ്പോഴും സദാകാലത്തോളം. രണ്ട് പദം, സർവകാലത്തിനു മുമ്പും സദാകാലം. ഈ രണ്ട് പദം മൂലാർത്ഥത്തിൽ നിത്യത എന്ന അർത്ഥമാണ്. നിത്യത. ദൈവമക്കൾ നിത്യത പോകും. ഇപ്പോഴാരും നിത്യത പോയിട്ടില്ല. മരണവീടുകളിലെല്ലാം എഴുതി വച്ചിരിക്കുക ഫോട്ടോയും. പാപ്പച്ചൻ നിത്യതയല്ലേ, പിന്നെ തോമാച്ചൻ നിത്യതയല്ലേ. ഇപ്പോഴൊന്നും നിത്യതയല്ല. ഇപ്പൊ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, വിശ്രമിക്കുക. നിത്യതയിൽ പിന്നെ പോകുന്നത്. പാപ്പച്ചന്റെ സ്വഭാവം കണ്ടാൽ പോകാൻ ഒക്കുവോ എന്നുള്ളതും അത് ദൈവം തീരുമാനിക്കട്ടെ. എന്തായാലും നിത്യതയിൽ നമ്മൾ പ്രവേശിക്കും. നിത്യത എന്ന് പറഞ്ഞിട്ട് ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. നിത്യമായോർ വാസസ്ഥലം നമുക്കുണ്ടു. പേടിക്കാതെ പാട്. ഓ, മതി മതി മതി. എന്താ പൊന്നച്ച, ചിലക്ക് ഈ ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ വെപ്പറാളവാണ്. ഇതിനെപ്പറ്റി പറയുന്നത് ബി നാഗളിൻ്റെ പാട്ടാ. ജർമ്മൻകാരനായിരുന്നു. മലയാളക്കരയെ വന്ന് മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ നല്ല വരികളാണ്. അപ്പം ഇതിൻ്റെ ട്യൂണ് പണ്ട് ആലുവ UC കോളേജിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഈ സായിപ്പന്മാരുടെ ഇടയിൽ, വിശേഷിച്ച് ബ്രിട്ടനിലൊക്കെ, ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിയുമ്പം അവരുടെ രീതികളാണ്. ഇവർ ഈ പൂന്തോട്ടത്തിൽ കൂടെയൊക്കെ നടക്കും. നമുക്കതിന് നേരമൊന്നുമില്ല. അവരെ കൈക്ക് പിടിച്ച് പൂന്തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ പൂന്തോട്ടത്തിൽ ചെറിയ പാട്ടിടും. ആ പാട്ടിൻ്റെ ട്യൂൺ ഇതായിരുന്നെന്ന, ഇതിൻ്റെ ട്യൂണാണെന്ന്. അത് നല്ല നമ്മൾ പാടുന്ന രീതിയൊന്നുമല്ല, ഇതാണ് അതിൻ്റെ ട്യൂണ്. ഈ ട്യൂണും കേട്ടോണ്ടായി ഇവർ ഈ പൂന്തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ ഈ ട്യൂണ് കേൾക്കുന്നതെല്ലാം മോർച്ചറിയുന്ന എന്നെ എല്ലാവർക്കും ഒരു അട്ടാ, നമുക്ക് ആ വിഷയം വിട്ടൊക്കെ എന്നെ അലോഗ്യം ഉണ്ടാക്കണ്ട. അപ്പൊ എന്തായാലും നല്ല പാട്ടാ, നിത്യതയിലെത്തും. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. സദാകാലവും സർവകാലവും. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുക്കാൻ കാരണം, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ.
അതെന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ നിത്യത എന്ന പദം അങ്ങോട്ട് പറഞ്ഞ് പ്രത്യാശയിലോട്ട് ജനത്തെ ഉത്സാഹിപ്പിച്ച് പ്രവേശിപ്പിച്ച് ഒടുവിൽ നാം നിത്യതയിൽ പ്രവേശിക്കും. അതാ വെളിപ്പാട് പുസ്തകം. അതാ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഈടുറ്റ ലേഖനമായി യൂദയുടെ ലേഖനം. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത ഞാൻ ഓർപ്പിച്ചല്ലോ. 40 പേരാ വേദപുസ്തകം എഴുതിയത്, 66 പുസ്തകം. എൻ്റെ ഭാഷയാ. ഈ 40 പേരിൽ 39 പേർക്കും വെളിപ്പെടാത്ത 1-2 വിഷയം യൂദായിക്ക് വെളിപ്പെട്ടു. അതായത് ചെറിയ ലേഖനമല്ല. 39 എഴുത്തുകാർക്ക് വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 വിഷയം യൂദായിക്കാ വെളിപ്പെട്ടത്. 9-ാം വാക്യം വായിച്ചേ. എന്നാൽ പ്രധാന ദൂതനായ രാവിലെ എന്നെ ഓർക്കാളപ്പാന്നോ? എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ, തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ, തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരോ തന്റെ ശബ്ദം കേൾക്കുന്നേരം ഹല്ലേലൂയ പാടുമേ. തന്റെ ശബ്ദം ഓ തന്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ, തന്റെ പ്രധാന ദൂതനാകുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാന ദൂതനാകുന്ന മിഖായേൽ. ഇവിടെ 9-ാം വാക്യത്തിൽ യൂദാ വെളിപ്പെടുത്തിയിരിക്കുക. ഒന്നുകൂടെ വായിച്ചു 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ മോശയുടെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട് പിശാചും പ്രധാന ദൂതനും തർക്കിച്ചു. വലിയ പ്രശ്നം നടന്നു. ഈ വിഷയം വെളിപ്പെട്ടത് യൂദായിക്ക. 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. അത്ര ഈടുറ്റ ലേഖനമായത്. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് നേരത്തെ വെളിപ്പെട്ടതുപോലെ. പിന്നെ എനിക്കിത് വേറെ മുഖഭാവം ചിലരുടെ. പിന്നെ അപ്പൊ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനം മാത്രമല്ല. ഒരു വാക്യവും കൂടെ വായിച്ച് 14. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളുടെ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളുടെ നിമിത്തവും ഭക്തികെട്ട പാപികളൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 7-ാം തലമുറക്കാരൻ ഹാനോക്ക് പ്രവചന ശുശ്രൂഷ ചെയ്തെന്ന് വെളിപ്പെടുത്തിയത് യൂദായ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്ക് പ്രവചിച്ചതായിട്ടൊന്നുമില്ല. പിന്നെ ഹാനോക്കിനെ പറ്റി ഒരു സൂചന എബ്രായ ലേഖനം 11-ല. അപ്പൊ എബ്രായർ 11-ലും ഉൽപ്പത്തി 5-ലും ഹാനോക്ക് പ്രവചിച്ചെന്നൊന്നുമില്ല. പക്ഷെ ഹാനോക്ക് പ്രവചന ശുശ്രൂഷ ചെയ്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂദയ. പുള്ളി എന്തുവാ പ്രവചിച്ചേ? ഹാനോക്ക് എന്തുവാ പ്രവചിച്ചത്? സ്തോത്രം. ഇപ്പോഴത്തെ പ്രവചനം അങ്ങനല്ലേ? റീന. മനസ്സിലായില്ലേ? ഓ അമ്മാമ 3 നില വീടിന്റെ മണ്ടേ നിൽക്കുന്നതായിട്ട് ആത്മാവ് താഴെ വീഴരുത്. ഇപ്പോഴത്തെ പ്രവചനമൊക്കെ അതാ. അച്ചായനും അമ്മാമ്മയും ഇങ്ങനെ വിമാനത്തെ പറക്കുന്നതായിട്ട്
ഉടനെ പറ ഭാഷ ശരിക്ക് പ്രാർത്ഥിക്ക്. ഖത്തറേർവ് സന്നോ ജംബോജറ്റാന്നോ? ജംബോജറ്റാകുമ്പോൾ ഇച്ചിരി മുഴുത്ത ഇരുന്നോട്ടെ. ഇതൊക്കെ ഇന്നത്തെ പ്രവചനം. ഇപ്പം പറഞ്ഞില്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? വലിയവരുടെ വീട്ടിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? മര്യാദയ്ക്ക് അവിടെ നിന്നാൽ പോലെ. ഇപ്പോൾ നിങ്ങളുടെ അലമാര ഞാൻ തുറക്കുന്നു. അയ്യോ, കേസാ വല്ലവൻ്റെ അലമാര കയറി. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ? സ്തോത്രം, സ്തോത്രം. വസ്തു എഴുതിക്കുന്നതായിട്ട് ഇത് പിന്നെ ഇതുവരെ തരാതിരുന്നേ. അപ്പൊ ഇന്നത്തെ പ്രവചനമൊക്കെ ആ നിലയിലാ പ്രവചനം. ഹാനോക്ക് പ്രവചിച്ചത് ഇതൊന്നുമല്ല. ഒന്നുകൂടെ വായിച്ചേ ബ്രദറെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. ഇതാ പ്രവചനം. കർത്താവ് സകല എണ്ണത്തിനെ വിധിക്കും. നീ യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ, ക്രമീകരണം പ്രാപിച്ചില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ, രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, അവൻ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ക്രമപ്പെട്ടില്ലെങ്കിൽ എന്നെയും നിന്നെയും വിധിക്കും. ഇതാ പ്രവചനം. അല്ലാതെ വണ്ടി തരുന്നതും കല്യാണം നടത്തുന്നതും വസ്തു എഴുതിക്കുന്നതും അമേരിക്കയിലും പേർഷ്യയിലും ലണ്ടനിലും അതൊക്കെ തെറ്റാന്നല്ല വിടുന്നതോ. സ്തോത്രം. ബിസിനസ്സിൽ കുറച്ചുകൂടെ ഇതൊന്നും അല്ല പ്രവചനം. സ്തോത്രം. ഞാനും നീയും വചനത്തെ ഭയപ്പെട്ട് വചനത്തിൽ അടിയുറച്ചു നിന്ന് വചനപ്രകാരം ജീവിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് വേർപാടും വിശുദ്ധിയും കാത്ത് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ചില്ലെങ്കിൽ എന്നെയും നിന്നെയും വിധിക്കും. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പി, ദീപം തെളിയിപ്പി, പറന്നു പോവാൻ ഏറ്റവും അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം. ഓ നിൻ കിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെള്ളയായി കാക്കുക. നിൻ കിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെള്ളയായി കാക്കുക. എഴുന്നു ശോഭിപ്പി, ദീപം തെളിയിപ്പി, പറന്നു പോവാൻ കാലമേ അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ നീതിക്കായി വീക്ഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി വീക്ഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ. അപ്പൊ ശ്രദ്ധിക്കുക, ഹാനോക്ക് പ്രവചിച്ചത് ഇതാ പ്രവചിച്ചത്. കർത്താവ് ന്യായം വിധിക്കും. അത് പ്രസംഗിക്കുന്നവരെ ആണെങ്കിലും കൊള്ള, പ്രാർത്ഥിക്കുന്നവർ നേരായിട്ട് പോയില്ലേ വിധിക്കും. അത് തീർത്ത് പറയും. ഇതാ ഹാനോക്കിന്റെ പ്രവചനം. അല്ലാതെ മുക്കുടിയനോട് പറയാ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു മകനി. സഭയെ ബ്ലേഡുകാരനുണ്ട്, അവനോട് പറയാ പുതിയ വഴി തുറക്കുന്നു. അതിനെ പുതിയ ബ്ലേഡിനോ? അയലത്തുകാരനുമായിട്ട് മിണ്ടുകല്ല. അവനോട് പറയാ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. എടാ ആദ്യം അവനോട് പോയി ക്രമീകരിക്കേ. ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കല. നീ ആദ്യം യഥാസ്ഥാനപ്പെടേ. അപ്പനെ അമ്മയും കൊണ്ട് അനാഥശാല ഇട്ടേച്ച് ഇവിടെ വന്ന് മറുഭാഷ പറയുക. എന്നാ ചിലരുടെ മുഖത്തൊരു ഷെയ്പ്പ് കേട്. ഈ കൈപ്പുള്ള കഷായം കുടിക്കുമ്പോ ഒരു ഷെയ്പ്പ് കേടുണ്ട്. സ്തോത്രം. അല്ല, ഉപദേശമാരെ എടുത്തേ. വലിയ വലിയ ഭയങ്കര പ്രസംഗകരുണ്ട്, തമ്മിൽ മിണ്ടത്തില്ല മിക്കതും. എനിക്കറിയാൻ മേല. ചിലക്ക് കൈ കൊടുക്കാൻ തന്നെ വലിയ അങ്ങനെയുള്ള കൊണ്ട് ഭയങ്കര ആളായിപ്പോയി. ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവനാ.
ആണെന്ന് തെളിവ് തരണോ? ഒന്നല്ല 100 തെളിവ് തരാം. ഇപ്പോൾ ഞാൻ 1-ാം പ്രതി ഞാനാ. പിന്നെ ബാക്കി മുഴുവൻ ലിസ്റ്റ് ഞാൻ തരാം. ഞാൻ സഹിതം 1-ാം പ്രതി ഞാനാ. പൗലോസ് പറഞ്ഞാൽ ആ പാവികളിൽ ഒരു കൂറയില്ലാതെ ആർക്കും വേണ്ടാതെ തെണ്ടി നടന്ന എന്നെയും ഇതുപോലുള്ള പല കക്ഷികളെയും ദൈവം അങ്ങ് ഉയർത്തി. ഒരു കുറ്റി സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ഇപ്പൊ 2-3 വണ്ടി. ഞാൻ എതിരല്ല, ആയിക്കോട്ടെ. ഒരു നല്ല വീട് പോലും ഇല്ലായിരുന്നു, ഓലപ്പരയായിരുന്നു. അത് നല്ലതല്ല. ചാണകം തളിച്ച് അടിച്ചു മേടിക്കുക താറ. ഒരു നല്ല പാത്രം പോലും വീട്ടിലില്ലായിരുന്നു. 10 പേര് ഒന്നിച്ച് വന്ന അന്നേരം ഇല വെട്ടാൻ പോകും. ഇലയോട് താല്പര്യം ഉണ്ടായിട്ടല്ല, പാത്രമില്ലായിട്ട്. ഇപ്പൊ ആ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തിയപ്പം മിക്കവർക്കും അഹങ്കാരം. അയ്യോ, അഹങ്കാരം. കയ്യൊക്കെ തരാൻ ഈയിടെ ഒരു പ്രഗത്ഭനായ ആള്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അച്ഛനോട് ഞാൻ പിന്നെ പറയാം. എന്തുവാന്നോ എനിക്കറിയാൻ പറ്റില്ല. ഇവർക്കൊക്കെ അങ്ങ് ഇത് ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലാതെ കിടന്നവന്മാരാ. ഞാൻ ചെന്ന് കൈ കൊടുത്തു വലിയ കാര്യത്തിൽ. പ്രൈസ്തലോ 2 പേരില്ല. എടാ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യോനാഥാൻ എതിരേക്കാൻ ചെന്നപ്പം എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് യോജിച്ചിരിക്കുന്നോ, പരമാർത്ഥമാകുന്നോ, കൈതാ. ഇങ്ങനെ കൈ കൊടുക്കണ്ടേ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് സങ്കടമായി. എല്ലാവരും കണ്ടോണ്ടിരിക്കുകയല്ലേ. നമ്മൾ വലിയ കാര്യത്തെ ഞാൻ ഭാരം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഭാരം മാറി. കുറച്ച് കഴിയുമ്പം വേറൊരാൾ വന്ന് കൈ കൊടുത്തപ്പോൾ പുള്ളി 1 കൊടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി എന്നോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടല്ലോ. എനിക്ക് 2 തന്നു. അവൻ ചെന്നപ്പോൾ വേറൊരാൾ ചെന്നപ്പോൾ കൊടുത്തേ ഇല്ല. എന്താണോ എല്ലാം അങ്ങ് പണ്ഡിതന്മാരും ജ്ഞാനികളും പ്രഗത്ഭന്മാരും റബയും ഡോയും. ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ച പറയുകയല്ല. കർത്തദാസിയുടെ ഉപ്പാപ്പനല്ലയോ ഭാവിച്ചാൻ അല്ലേ? ഓ, 9 ഡോക്ടറേറ്റ് ഉണ്ട്. അത് അമേരിക്ക ചെന്ന് $150 കൊടുത്തപ്പോൾ കിട്ടിയതല്ല. നമ്മുടെ മിക്ക ഡോ അങ്ങനത്തെ ഡോയാ. പുസ്തകക്രമം പോലും മിക്ക ഡോയ്ക്കും നഖവും പ്രവചനം പറഞ്ഞ ഡോ തപ്പി ഊപ്പാട് വന്ന് വെച്ചിരിക്കും. പേജ് നമ്പർ തന്നെ. അതാ നമ്മുടെ ഡോ. ബഹുമാനപ്പെട്ട ബാബു സാർ അങ്ങനല്ല. 9 എന്തോ ജ്ഞാനമാ. നല്ല വിദ്യാനിപുണൻ. പക്ഷെ ആ മനുഷ്യന്റെ വിനയവും സമർപ്പണവും. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കുറച്ച് അഹങ്കാരം അദ്ദേഹത്തെ കണ്ടപ്പം മാറി. അതെ, ഇത് നിർമ്മിത കഥയൊന്നുമല്ല. നമ്മൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പം വിനയവും സമർപ്പണവും സ്വീകരണവും. എന്തുവാ അന്തം വിട്ടു പോവുക. സൈമൺ സാറിനെ പറ്റി കേട്ടിരിക്കുന്നത്, കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സൈമൺ സാറിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇരിപ്പ് കണ്ടാ കണ്ടതുപോലെ ആണല്ലോ. ഞാനും കണ്ടിട്ടില്ല. അപ്പം മൂലൂര് ഒരു കവിത എഴുതി സാറിനെ പറ്റി. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം വലിയ തല വിശാലാപമാകും ലലാടം വശ്യോക്തിത്വം സ്വപക്ഷ പ്രകടനമടിമ അക്ഷരപ്രസ്ഫുടത്വം അസ്വാർത്ഥ പ്രീതി തേജസ്ഫുരിത മുഖം മൗട്ടിൽ ഉത്കൃഷ്ടവാന ഈ സൈമൺ കൊച്ചുമർത്യൻ സുമതി പൊട്ടിപ്പൊട്ടിപ്പു പ്രസംഗ പ്രഭാവൻ. അതാ സാറ്. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, നീളക്കുറവായിരുന്നു. എനിക്കൊന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ സാറ് വന്നിട്ടുള്ളതാ. കരിക്കുറ്റിക്കലും കരുവഞ്ചേരിലും തോട്ടാലിലും ഒക്കെ ഒത്തിരി വന്നിട്ടുള്ളതാ. മൈലപ്പുറ സഭയുടെ പ്രധാന ഒരു ആളായിരുന്നല്ലോ സാറ്. അപ്പം ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, നീളക്കുറവാ. ഗാത്രം ശരീരം, ഹ്രസ്വം ചെറുത്, നീളക്കുറവാ. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം വലിയ തല, തല വലുതാ. നമുക്കും വലിയ തലയാ, ഒന്നുമില്ല ഇതിനകത്ത്. ഒരു മുഴുത്ത തലയായിട്ടിങ്ങനെ. സാറിന് വലിയ തലയായിരുന്നു, തലയ്ക്കകത്ത് സാധനം ഉണ്ടായിരുന്നു.
ഹ്രസ്വത്വം പൂണ്ടഗാത്രം വലിയ തല വിശാലാപമാകം ലലാടം. ലലാടം നെറ്റി, വലിയ നെറ്റിയായിരുന്നെന്ന. വശ്യോക്തിത്വം ഏത് മനുഷ്യനെ ആകർഷിക്കും. വശ്യോക്തിത്വം സ്വപക്ഷ പ്രകടനമടിമ അക്ഷരപ്രസ്ഫുടത്വം. പറയുന്ന കാര്യത്തിൽ ഉറപ്പും തീരുമാനവും തത്വവും ഉണ്ട്. അക്ഷര സ്ഫുടവുമായിരുന്നു. നമുക്കൊരു സ്ഫുടതയെ നമ്മൾ ഹോളൂയ ലെലിയ പറയുന്നതാ. ഹോളൂയ വായിക്കാത്ത വെള്ളം ഒഴിച്ചതുപോലെ ഹോളൂയ ഹല്ലേലൂയ അങ്ങനെ പറയണ്ട, പറയുകയല്ല. ഹോളൂ സ്തോത്രം പറഞ്ഞാൽ ശ്രോത്രം. ഷൂള പഠിക്കുമ്പോൾ അതുപോട്ടെ, ഞാനത് അങ്ങോട്ടൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സാറിനെ പറ്റി പറയുന്നത് ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് 18 ഭാഷയോളം അറിയായിരുന്നു. അതിലെ 9 ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുമായിരുന്നു. കുറമല മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഞാൻ 30 കൊല്ലം മുമ്പ് പുള്ളിയെ കാണാൻ ചെല്ലുമ്പം അന്ന് പുള്ളിക്ക് 97. അദ്ദേഹത്തിൻ്റെ മകൻ ഷൗമേലച്ചാൻ അടുത്ത കാലത്താണ് മരിച്ചത്. ബേവിച്ചാനുണ്ട്, കോട്ടയം അസംബ്ലിയിലാണ് കൂടുന്നത്, വലിയ കാര്യമാണ്. അപ്പം അപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞതാ, സാറ് വെളുപ്പിനെ 2 മണിക്കാണ് വീട്ടിൽ ബൈബിൾ ക്ലാസ്, കുന്നംപുറത്ത്. വെളുപ്പിനെ 2 മണിക്ക് ബൈബിൾ ക്ലാസ്. റാന്നി നെല്ലിക്കാമണ്ണി എന്നൊക്കെ ആൾക്കാർ അത്താഴൂണ് കഴിഞ്ഞ് നടന്നിഞ്ഞ് വരും, നടന്ന് കുന്നംപുറത്ത് വീട്ടിൽ വരും. അന്നേരം 2-2:30 ആകും. സാറ് പറഞ്ഞുള്ള അറിവാണേ, അപ്പം മുറ്റത്തൊരു 350-400 പേര് ക്ലാസ്സിന് ഇരിപ്പുണ്ട്. വെളുപ്പിനെ 2 മണി കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ക്ലാസ്സും എടുക്കും, കണ്ണനോ നടത്തും, പുസ്തകം എഴുതാനുള്ളത് പറഞ്ഞു കൊടുക്കും. അന്നേരം പാട്ട് കിട്ടി അത് എടുത്ത് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുകയല്ലേ. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ എന്നത് പറയാൻ പോലും നമ്മൾ യോഗ്യരല്ല. 2 ജോഡി ഡ്രസ്സേ ഉള്ളായിരുന്നു. നമുക്ക് ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്നിട്ടൊന്നും ബോധിക്കുന്നില്ല നമുക്ക്. ഈ സാരി ഇന്നാൾ ഉടുത്തതാ, അത് ഫ്രൈഡേ ഉടുത്തതാ, അത് നാളെ കല്യാണത്തിന്. മുഖം കാണുമ്പോൾ അറിയാം ഒന്നും ഒരു തൃപ്തിയില്ല. പിന്നെയും പറയാം, മേടിച്ചു തന്നോണം എനിക്ക്, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം. അവരൊക്കെ ഭക്തന്മാരാ. ഒരിക്കൽ ഡ്രസ്സ് മുഷിഞ്ഞു. സൈമൺ സാറിൻ്റെ ഭാര്യനെ ഐരൂരമ്മ എന്നാണ് വിളിക്കുന്നത്. ഐരൂരമ്മ രാവിലെ കഴുകാൻ കൊടുത്ത് പുള്ളിക്കാരി തിരക്ക് കൊണ്ട് ഒത്തില്ല. സാറ് പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ കഴുകിയിട്ടില്ല, ഇട്ടത് മുഷിഞ്ഞു. പുള്ളി ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നേരെ യോഗസ്ഥലത്തോട്ട് പോവുക. പോയ വഴിക്ക് ആറ്റിലിറങ്ങി, പമ്പയാറല്ലേ, കുളിച്ചു. 2ാം മുണ്ട് ഉടുത്തേച്ച് ഇത് കുത്തിപ്പിഴിഞ്ഞ് അങ്ങോട്ടിട്ടു. കുളിച്ചേച്ച് കയറി വന്നപ്പോൾ നനവുണ്ട്, എടുത്തിട്ടു. ഇട്ട് നടന്ന് യോഗസ്ഥലത്ത് ചെന്നപ്പോൾ ഉണങ്ങി. ശുശ്രൂഷിച്ചു. ഞാൻ ഓർത്ത് നിങ്ങളൊന്ന് ഞെട്ടുവാരിക്ക് വന്ന്, നിങ്ങൾ ഇതിലും വലുത് കേട്ടിട്ട് ഞെട്ടുകയല്ല. പിന്നെ സാറ് അതുകൊണ്ടൊരു ഒരു വരി ഇങ്ങനെ എഴുതി, നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിലാശദാസന്. നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിലാശദാസന്. വല്ലഭതിരുമേനിയെങ്കിൽ ഏതുമായെനിക്കേതുമാകിലും, വല്ലഭതിരു ഏതുമായെനിക്കേതുമാകിൽ, തെല്ലു അല്ലലനുള്ളിൽ ഇല്ലൊഴിഞ്ഞുര ചെയ്തിട വിഭോ. തെല്ലു അല്ലലനുള്ളിൽ ഇല്ലൊഴിഞ്ഞുര ചെയ്തിട വിഭോ. എന്നവിടെ വന്നു ചേര് ഞാൻ, മമത നിന്നെ വന്നു കണ്ടു മാറ്റ തീരുവാൻ. എന്നവിടെ വന്നു ചേര് ഞാൻ, മമത നിന്നെ വന്നു കണ്ടു. ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഭക്തന്മാരാ.
നമുക്ക് ആ ഭാഗമെല്ലാം വിട്ടേക്കാം, വെറുതെ എന്തിനാ. അപ്പൊ ഈ ലേഖനം ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ലേഖനത്തിലുണ്ട്. ഓടിച്ചു പറയാം. ഇനി ലേഖനത്തിലെ പ്രധാന ഒരു പദം സൂക്ഷിക്കുക. എന്തുവാ? സൂക്ഷിക്കണം. അത്യാവശ്യമാണ് സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിച്ചോണം, സൂക്ഷിക്കണം. തെറ്റിക്കരുത് ആരും. വിരുദ്ധ തെറ്റരുത്, ലക്ഷ്യം തെറ്റരുത്, പ്രത്യാശ തെറ്റരുത്, ചതിക്കരുത്, ആരും വിരുദ്ധ തെറ്റിക്കരുത്, തത്വജ്ഞാനം കൊണ്ടും വഞ്ചന കൊണ്ടും തെറ്റിക്കരുത്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. പഴമക്കാര് പറയുന്നത് കടമെടുക്കുക, വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതെല്ലാം ഒന്നും. സൂക്ഷിച്ചോണം, സൂക്ഷിച്ചോണം. സൂക്ഷിക്കുക എന്ന് തന്നെ ഒരു വലിയ വിഷയമാണ് വേദപുസ്തകത്തിലെ. യൂദയുടെ ലേഖനത്തിലെ സൂക്ഷിക്കുക അതാ. ഒന്നാം വാക്യം വായിച്ചേ. ഒന്നാം വാക്യം വായിക്കണം, 6-ാം വാക്യം വായിക്കണം, 13-ാം വാക്യം വായിക്കണം, 21-ാം വാക്യം വായിക്കണം, 24-ാം വാക്യവും വായിക്കണം. ക്രമത്തിൽ വായിര്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്ന 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 13-ാം വാക്യം വായിച്ചേ. 13. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്ന 21. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അപ്പൊ കണ്ടോ, 5 വാക്യത്തിലും പ്രധാന ഒരു ഫലമാ സൂക്ഷിച്ചു. എല്ലാരും സൂക്ഷിച്ചോണം, സൂക്ഷിക്കണം. ഞാനൊന്നും വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ്. സൂക്ഷിക്കണം. ഇനി ഈ ലേഖനത്തിലെ 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. 3 കാര്യം. 3ന്റെ ഒരു കണക്കുണ്ട്. 3ന്റെ ഒരു കണക്ക്. 3 ഒരു നല്ല കണക്കാ. 3ന്റെ ഒരു കണക്കുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ 3 കാര്യം വായിച്ചേ. 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട് ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് 3 പദമാ. സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട്, സ്നേഹിക്കപ്പെട്ട്. 3. അതിന്റെ അടുത്ത വാക്യം വായിച്ച. അവിടെ 3 കാര്യം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണ, സമാധാനം, സ്നേഹം. 3 കാര്യമാണ്. 6-ാം വാക്യം വായിച്ചേ. 3 സംഭവങ്ങളുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോന്ന ദൂതന്മാര്. മഹാദിവസത്തിന്റെ വിധിക്കായി വാഴ്ച കാത്തുകൊള്ളാതെ പോന്ന ദൂതന്മാര്. പിന്നെ ഒന്ന് മഹാദിവസത്തിന്റെ വിധിക്കായി. അടുത്ത വാക്യം. അതുപോലെ സോദോമും ഗോമോരയും ദൈവം ന്യായം വിധിക്കുന്ന വിഷയം. പിന്നെ 5-ാം വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ ഇതിൽ നശിപ്പിച്ചു. അപ്പോൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പട്ടുപോയവര്, പാപം ചെയ്ത ദൂതന്മാര്, സോദോം. 3 സംഭവം. അത് 3ന്റെ കണക്കാ. ഇനി 11-ാം വാക്യം വെച്ച 3 വ്യക്തികള്. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് വഞ്ചനയെ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകന്റെ അങ്ങനെയുണ്ട്. 3 കക്ഷികള്. കയ്യിനെ ബിലയാ, കോരക്. 3 നല്ല ഏറ്റ പുള്ളിക്കാരാ. മനസ്സിലായില്ല? കയ്യിന്റെ വഴി. എന്തുവാ കയ്യിന്റെ വഴി? ഒത്തിരി വഴിയുണ്ട് ഭാഷ. എല്ലാം ഒന്നും ഇപ്പൊ പൊതുവെ പറയാൻ. കയ്യിന്റെ ഒരു വഴി പറയാം. ഹാബേലും കയ്യനും കൂടെ യാഗത്തിനങ്ങോട്ട് പോവുക. അപ്പൊ ഈ രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ മോചനം ഒന്നുമില്ല. പാപം ചെയ്തവരെ തോട്ടത്തിന് വെളി വിടുന്നതിന് മുന്നേ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അതിന് സൂചന തരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ തോല് കൊടുത്തത്. അപ്പം അതിന് പ്രമാണം, ലിഖിതമായ പ്രമാണമില്ലെങ്കിലും പ്രമാണവത. അപ്പച്ചൻ ആദാമും ഹവ്വായും അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആ യാഗം കേട്ടോ, യാഗവിധ ഒരാട്ടിൻകുട്ടിയെ കണ്ടിക്കണം, രക്തം ചൊരിക്കണം. പക്ഷേ കൊച്ചുങ്ങളിലെ ഹാബേല് അത് അംഗീകരിച്ചു.
ആട്ടിൻകൂട്ടത്തിൽ നിന്നൊന്നിനെ. കയ്യിനെ കൃഷിഫലത്തിൽ നിന്ന കൃഷിക്കാരനാ. എൻ്റെ ഭാവനയാ, പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ചേനയും ചേമ്പും കാച്ചിലും വലിയ മത്തങ്ങായും വലിയ വലിപ്പമൊക്കെയാ എല്ലാം കൊണ്ട് വെച്ചു. അപ്പം ഇവൻ്റെ മനസ്സെന്നാന്നറിയാം. അപ്പം പറഞ്ഞടാ, ആടിന് ഞാൻ കണ്ടിക്കണ്ട് ഒന്ന് ഇവൻ്റെ കയ്യിൻ്റെ വഴി എന്നെ കൊണ്ട് ഇതൊക്കെ ഒക്കുള്ളൂ. എൻ്റെ കയ്യിലുള്ളതേ ഇപ്പം ഞാൻ ഇതാ കയ്യിൻ്റെ വഴി. വേറെ പുസ്തകത്തിന്റെ പ്രമാണം സ്തോത്രം ചെയ്യണം, ഹല്ലേലൂയ പറയണം, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം, ഭക്തിയോടിരിക്കണം, സഭായകം മുടക്കരുത്, കൈയടിക്കണം, പാടണം, ഇതൊക്കെയാ പ്രമാണം. അപ്പൊ ഇവൻ പറയുന്നത് എനിക്കാവുന്ന നോക്കതില്ല, എന്നെ കൊണ്ട് ഇത്ര ഒക്കെ എന്നെ വേണേ ഇതിനകത്ത് എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. സാറ് ഒരു പാട്ടെഴുതി, സൈമൺ സാറ്. പക്ഷെ അത് എത്രത്തോളം ജീവിതത്തിൽ ചിലര് പ്രാവർത്തികമാക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാട്ടിൻ്റെ വരി ദൈവനാശിക്കൊക്കെ അറിയാം. പാട്ടിൻ്റെ വരി ഇങ്ങനെ: സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമി തപ്പോടു കിന്നരങ്ങൾ വായിപ്പി. സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമി തപ്പോടു കിന്നരങ്ങൾ. ഓ കൈത്താളനാദമപ്രേ മുഴങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശേന. കൈത്താളനാദമപ്രേ ശക്തിയ മുഴങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ. നല്ല പാട്ടാ. ആ വരികളൊക്കെ ചിന്തിക്കണം. അങ്ങനെ തന്നെ ആന്നോ പാടുന്നെന്നും കൂടെ. സത്യേശ്വരന് മുമ്പിൽ നൃത്തം തുടങ്ങിയിടുവിൻ തപ്പോട് കിന്നരങ്ങൾ. നാളെ ഒരാൾ പറഞ്ഞു കിന്നാരം വായിക്കാൻ. പറഞ്ഞു കിന്നാരമല്ല, കൈത്താളനാദം അപ്പുറം ശക്തിയാ. നന്നായിട്ട് കൈ അടിക്കണമെന്ന്. അടിക്കുന്നുണ്ടോ എന്നൊക്കെ തന്നെ താൻ ശോധന ചെയ്യും. കൈയിന്റെ വഴി ഇതാ. കൈ പറയാ എൻ്റെ ചേനയും ചേമ്പും ഒക്കെ ഉള്ളു, ഇഷ്ടമുണ്ട് സ്വീകരിച്ച. എടാ ആടിനെ ഞാൻ കണ്ട, എൻ്റെ കയ്യിൽ ആടൊന്നുമില്ല, എനിക്ക് അതിന് നേരം ഒന്നുമില്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ഇതാ കൈയിന്റെ വഴി. അല്ല, ആരാധനയ്ക്ക് വന്നാലും ചിലർ അങ്ങനല്ലേ. ഞാനിങ്ങനെ ഇരിക്കുവുള്ളു, എൻ്റെ ഡ്രസ്സ് ഇതാ, ഞാനിങ്ങനെയൊക്കെ മുഖം, ഞാൻ ഇതുപോലെ മീശയും തീശയും കുമ്മിക്കിരി പറ്റിയതുപോലൊക്കെ ഞാനിങ്ങനെ വെക്കും. അതിനെന്നെ ഇതിലൊന്നും അല്ലല്ലോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ. ഞാൻ ഇച്ചിരി ആഭരണം വിടും, അതിനെന്നെ. എൻ്റെ വൈഫിന് ഞാൻ ഇടിപ്പി, അതിനെന്നെ. ഞാൻ വെനസ്ഡേ ഇച്ചിരി അടിക്കും, പക്ഷെ സാറ്റർഡേ മുതൽ അടിക്കുകയല്ല, അതിനെന്നെ. ഇതാ കൈയിന്റെ വഴി. എന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ. കൈയിന്റെ വഴി. ബിലിയാമിന്റെ വഞ്ചന ഭയങ്കര ചതിവാ. പുള്ളി ബാരാക്കിനോട് പറഞ്ഞു, ദൂതന്മാരോട് പറഞ്ഞു, എനിക്ക് ബാരാക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലൊന്നും ഞാൻ പ്രമാണം വിട്ട് പോകുകയല്ലെന്ന്. അങ്ങനല്ലേ 18-ാം വാക്യം വായിച്ചേ. 18, 22:18. ഏത് 22 സംഖ്യ യൂദായിക്ക് 22 ഒറ്റ അധ്യായമല്ലേ ഉള്ളു. 18 അങ്ങനെ വായി. ബിലയാം ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എങ്ങനുണ്ട്? ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ട് പുറമേ ഡയലോഗ് അടിക്കുക. പുൾപ്പിറ്റെ കയറി നിന്ന്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ പുൾപ്പിറ്റെ നിന്ന് കീച്ചുക. പുൾപ്പിറ്റെ നിന്ന് ഞാൻ എന്നെ പ്രതിയാക്കിയാ പറഞ്ഞത്, കീച്ചുക. എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തമ്പുരാൻ ഇവന്റെ ഹാർട്ടിന്റെ സ്കാൻ ചെയ്തു. ചില അസുഖമൊക്കെ പിടികിട്ടാത്തമ്മ അവർ പറയണ്ട, സ്കാൻ ചെയ്ത് വെച്ചു. ചിലത് നോക്കുമ്പോഴേ പിടികിട്ടും, കുഴൽ വെക്കുമ്പോഴേ അറിയാം ഇടിപ്പ് എന്തും വേണ്ടോ. ചിലത് പിടികിട്ടുകയല്ല, സ്കാൻ ചെയ്ത് വെച്ചു.
തമ്പുരാൻ ബിലിയാമിന്റെ ഹാർട്ട് സ്കാൻ ചെയ്ത് 2 സ്കാനിങ് റിപ്പോർട്ട് സെയിം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. പെട്ടെന്ന് നിർത്തുക. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കൊണ്ട് തൃപ്തിപ്പെടാൻ 15 വായിച്ചോ. 15. അവർ നേർവഴി വിട്ടുതെറ്റി ബെയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവർ അനീതിയുടെ കൂലി കൊതിച്ചു. അനീതിയുടെ കൂലി കൊതിച്ചു. അവരെന്നാണോ? അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും കൂലി കൊതിച്ചെന്ന് 22:18 പറഞ്ഞത് ഗൃഹം നിറച്ച് തന്നാലും എനിക്കിതൊന്നും വിഷയമല്ലെന്ന്. പക്ഷെ ഹാർട്ടിന്റെ സ്കാൻ ചെയ്തപ്പം കൂലി കൊതിച്ചകത്തിരിക്കുക. വെളിപ്പാട് 2:14 വായിച്ചു. ആ ആ ആ ആ ആ ബിലിയാമിന്റെ ഉപദേശം. ഇനി യൂദ 15-ാം വാക്യം കൂടെ വായിച്ചേ. അല്ല 15-ആണോ അതിന്റെ 13-ആണോ ബിലിയാമിനെ പറ്റി? 11-ാം വാക്യം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പത്രോസിലും യൂദയിലും ബിലിയാം കൂലി കൊതിച്ചെന്നാ. പക്ഷെ 22:18 പറഞ്ഞത് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിടുകയല്ലെന്ന്. ചുമ്മാ പറയാനതാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. 1-ാം പ്രതി ഞാനാ. സ്റ്റേജിൽ നിന്ന് ഞാനും എന്നെ പോലുള്ള പലരും വലിയ വകുപ്പ് പറയും. പുൽപ്പിറ്റേ നിന്നേ എനിക്കെല്ലാവരും ഒരുപോലെ. ചുമ്മാതാ. എനിക്ക് വേറുകൃത്യമല്ല, വെറുതെ പറയാനതാ. എനിക്ക് പൈസയോട് ആർത്തിയൊന്നും അമേരിക്കയിലും പേർഷ്യയിലും വരുന്ന പൈസ കിട്ടാനില്ലേ? അത് ആത്മഭാരം കൊണ്ടാണോ? നിങ്ങൾ സമാധാനം പറ. അമേരിക്കയിലും പേർഷ്യയിലും 1-ാം പ്രതി ഞാൻ. ഇവിടെ വരുന്നത് പൈസയ്ക്കാ അല്ലേ? അതോ ആത്മഭാരം കണ്ടമാനം കയറിയപ്പം വിമാനത്തെ കയറി? ആത്മഭാരം കയറുമ്പം വിമാനത്തിൽ എന്തിനാ? വള്ളത്തെ കയറി കുട്ടനാട്ടിലോട്ട് വരാൻ മേലെ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഖത്തറിൽ വന്നത് പൈസയൊന്നും ചുമ്മാതെ പൈസയ്ക്കാ. നിങ്ങൾ എന്തേലും ഒന്ന് സമാധാനം പറ. അമേരിക്ക പോകുന്നത് കാശിനല്ലേ? അച്ഛാ അല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഓരോരുത്തരും അച്ഛാൻ പോകുന്നല്ല, അച്ഛനൊന്ന് പോകുന്ന നല്ലതാണ്. ഈ ഭാഷമാരിൽ ഞാൻ എന്നെ പ്രതിയാക്കി. എല്ലാവരും അതിനാ പോകുന്നേ. അല്ല, ആത്മഭാരം കയറുമ്പം അറ്റ്ലാന്റിക്കാണോ പോകുന്നേ? പിന്നെ അതിന്റെ കൗശലബുദ്ധി ഒന്നും പ്രയോഗിക്കരുത്. സൂത്രബുദ്ധി മതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട വേണ്ട, ആടിനെ തീറ്റുന്നവനതിന്റെ പാല് കൊണ്ട്. അത് പ്രമാണമാ. പക്ഷെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലബുദ്ധി. പുറമേ പറയാ എനിക്കിതൊന്നും വലിയ വിഷയം. ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്താം. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നൊരു ദൈവമുണ്ട്. ഒന്നും അവിടത്തേക്ക് മറവല്ല. വാക്ക് നിർത്തുക. സൂക്ഷിച്ചോണം. എടുത്ത വാക്യത്തോടൊന്നും കൂറ് പുലർത്താൻ ഒക്കുന്നില്ലെങ്കിലും ചില ചിന്തകൾ വചനത്തിൽ നിന്ന് രാവിലെ ദൈവം തന്നല്ലോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ എന്നെങ്കിലും നമുക്ക് കൂടാ. ഇനി ഒന്നും ഒത്തില്ലെങ്കിൽ അങ്ങ് കൂടാ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. കരമുയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ മീറ്റിംഗിലും ഇന്നും ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി എന്നെ ക്ഷണിച്ച ആദരണീയ കർത്തൃദാസനും കർത്തൃദാസിയുടെ പിതാവിനെ ഇവിടെ വന്നപ്പോൾ ആ വല്യപ്പച്ചനെ മത്തായിച്ചൻ്റെ ഒച്ചുമോളാണ് അറിയുന്നത്. ആ നല്ല ബന്ധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാ മാന്യ സഹോദരന്മാരെയും 1-2 പ്രാവശ്യം മജോച്ചായൻ ഞങ്ങളെ കൊണ്ടുവിടുകയും മറ്റ് സഹോദരന്മാരൊക്കെ ജോബ് കൂട്ടി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും സഹകരണങ്ങൾക്കും നന്ദി. വാര്യാപുരത്തെ ഷായിച്ചാനും ഷാജിയാൻ്റെയും പ്രിയ ഷബിനുണ്ട്. അവർ ഞങ്ങളുടെ തിരുവല്ലായിലെ സഭയുടെ ഒരു മെമ്പറാണ്. ആ മാന്യ കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാ നിലയിലും ആദരിക്കട്ടെ. അവിടുത്തെ വേലയുടെ ആരംഭം മുതൽ ആ കുടുംബം എല്ലാ ഭൗതിക കൂട്ടായ്മകളും കാണിച്ചു. അവിടെ ഇരിക്കുന്ന മൈക്ക് സെറ്റും എല്ലാവരും വീഡിയോയുടെ ക്യാമറയും എല്ലാം അവരാ മേടിച്ചു തന്നത്.
ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. ദൈവം അവരോട് ഇടപെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാ കൂട്ടായ്മയ്ക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. സൂക്ഷിക്കണം. വിശ്വസ്തരായിട്ട് നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തദാസിയും കണ്ടതിൽ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ.